നമോ ഭഗവതി വാസുദേവായ. ദശകം 9 ശ്ലോക 3. അമുഷ്യ ഹി സരോരുഹഃ കിമപി കാരണം സംഭവേത് ഇതി സ്മകൃത നിശ്ചയഃ സഹ ഖലു നാളരന്ധ്രാദ്വനാം സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ ത്വദീയം അതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ താമരപ്പൂവ്, ഹി ആ ഭഗവാന്റെ, സരോരുഹ സരോവരം പോലെയുള്ള ആ വെള്ളത്തിൽ, കിമബി കിം അബി അപ്പോൾ എന്താണ്, കാരണം തീർച്ചയായിട്ടുള്ള വരുന്ന കാര്യകാരണം, സംഭവേത് സംഭവിക്കുന്നത്, ഇതി ഈ വിധം, സ്മ ഉള്ളിൽ, കൃത നിശ്ചയക ഉറച്ചുറപ്പിച്ച്, സഹ അങ്ങനെ, ഖലു ബ്രഹ്മാവ്, നാളരന്ധ്രാധ്വന താമരത്തണ്ടിന്റെ സുഷിരം വഴി, സ്വയോഗ സ്വന്തം യോഗ ബലത്താൽ, ബലവിദ്യയ ബലശക്തി കൊണ്ട്, സമവരൂഢവാൻ കീഴ്പോട്ടിറങ്ങി, പ്രൗഢധീഹി ബുദ്ധി സാമർഥ്യം, ത്വദീയം ഭഗവാന്റെ, അതിമോഹനം അത്യന്തം മനോഹരമായിട്ടുള്ളത്, ന ഇല്ല, തു ഭഗവാന്റെ, കളേബരം തിരുവുടൽ, ദൃഷ്ടവാൻ കണ്ടുകൊള്ളുക. ബ്രഹ്മാവിന്റെ തപസ്സിനെയും ലോകസൃഷ്ടിയെയും കുറിച്ചാണ് ദശകം 9 പറയുന്നത്. ഇതിൽ ഈ ശ്ലോകത്തിൽ ആ താമരപ്പൂവിൽ ഇരിക്കുന്ന ആ ബ്രഹ്മാവ്, എവിടെയാണ് ഈ താമരപ്പൂവിന്റെ ഉത്ഭവം, ഈ താമരപ്പൂവിന് എങ്ങനെയാണ് ഇത്രയധികം ചാഞ്ചാട്ടമുള്ളതായിരുന്നിട്ടും വീയാതെ ഈ തണ്ടിന്റെ ബലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഇത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നൊക്കെയുള്ള ആ സംശയങ്ങൾ ബ്രഹ്മാവിന് ഉണരുകയും, ഈ വിധം മനസ്സിൽ ഉള്ളിൽ ഉറപ്പിച്ചു കൊണ്ട് ആ ബ്രഹ്മാവ് താമരത്തണ്ടിന്റെ ആ സുഷിരം വഴി സ്വന്തം യോഗബല ശക്തിയാൽ കീഴ്പോട്ടിറങ്ങി ആ ബുദ്ധി സാമർഥ്യം കൊണ്ട് ഭഗവാന്റെ അത്യന്തം മനോഹരമായ ആ ശരീരത്തെ, ആ തിരുവുടലിനെ കണ്ടുകൊള്ളുക എന്ന ആ ഒരു മോഹവുമായി ആ താമരത്തണ്ടിന്റെ ആ കീഴ്പോട്ട് ഇറങ്ങുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മകൃത നിശ്ചയ സകലു നാളരന്ധ്രാധ്വനാം സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ.